ഡോക്ടർ മോഹൻ വർഗീസ്, പി വി അൻവർ MLA ജാമ്യം ലഭിച്ചതിന് ശേഷം പുറത്തിറങ്ങി പ്രതികരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒറ്റവാക്കിൽ നന്ദി പൊതുജനങ്ങൾക്ക് പറഞ്ഞതിന് ശേഷം ധാർമ്മികമായ പിന്തുണ നൽകിയ പ്രതിപക്ഷ നേതാവിന് നന്ദി പറയാൻ മറക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ ഉന്നയിച്ച ചോദ്യം. അതായത് UDF-ലേക്ക് പി വി അൻവർ അടുക്കുന്നു, UDF-ന് അദ്ദേഹം കൂടുതൽ സ്വീകാര്യനായി വരുന്നു. അതോടൊപ്പം തന്നെ ഈ പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്ന സാമൂഹ്യ വിഷയങ്ങളിൽ പി വി അൻവർ ഇടപെടുന്നതോടൊപ്പം തന്നെ ഒരല്പം സാമുദായിക ചേരുവ കൂടി പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇതല്ലേ ഇപ്പോൾ നടക്കുന്നത്? അതെ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാവുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒറ്റയാൾ പോരാട്ടം അവസാനിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് അദ്ദേഹം ഇനി ഒറ്റയാനല്ല, കൂട്ടായ പോരാട്ടം, UDF-മായി യോജിച്ചുള്ള പോരാട്ടം എന്ന വാക്കുകൾ വ്യക്തമായി പി വി അൻവറിൻ്റെ വായിൽ നിന്ന് വീഴുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് പി വി അൻവർ എങ്ങോട്ടാണ് എന്നതിനെക്കുറിച്ചുള്ള സൂചന, വ്യക്തമായ സൂചന, ഏറ്റവും നമ്മൾ ഇതുവരെയുള്ള സ്പെക്കുലേഷനാണ്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ അദ്ദേഹം പരസ്യമായിട്ട് പറയുകയാണ് UDF-മായി യോജിച്ചായിരിക്കും ഇനിയുള്ള പോരാട്ടങ്ങൾ. അത് മാത്രമല്ല, അദ്ദേഹം അവിടെയും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടം അടയാളപ്പെടുത്തി കഴിഞ്ഞു. കേരളത്തിൻ്റെ 1,30,00,000 ആളുകൾ, അതാണ് ഹൈ റേഞ്ച് മേഖല, പശ്ചിമഘട്ടത്തിൽ നിവാസികളായ 1.25 കോടി ജനങ്ങൾ, അവിടെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന 65 നിയമസഭാ മണ്ഡലങ്ങൾ, ഇതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള നാൾവഴികൾ അത് മുഴുവൻ വ്യക്തമായി ചാർട്ട് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതൊരു ഇനി വരാൻ പോകുന്ന കാലത്തിൻ്റെ ഡ്രസ് റിഹേഴ്സലായി ഇതിനെ വേണമെങ്കിൽ കാണാം. അദ്ദേഹം ആഗ്രഹിച്ചത് തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഒരു നേതാവൊക്കെ, രോഹിണി, ഒരു നേതാവ് സൃഷ്ടിക്കപ്പെടുകയാണ്, ഒരു നേതാവ് ഉണ്ടാവുകയല്ല, ഒരു നേതാവ് സൃഷ്ടിക്കപ്പെടുകയാണ്. ഇവിടെ ഒരു ശരാശരി രാഷ്ട്രീയക്കാരെന്ന നിലയിൽ നിന്നും തലയെടുപ്പുള്ള നേതാവിലേക്കും ഇപ്പോഴിതാ അവഗണിക്കാനാവാത്ത ഒരു ശക്തി എന്ന നിലയിലേക്കും UDF-മായി നന്നായി വിലപേശാവുന്ന ഒരു രാഷ്ട്രീയ പക്വതയിലേക്കും എല്ലാം നടക്കുന്ന പി വി അൻവറെ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് അൻവറിൻ്റെ ഇടം കണ്ടെത്തുകയാണ്. അത് വളരെ വളരെ കെയർഫുള്ളായി പല സ്റ്റെപ്പുകളായി അൻവർ ഇടം കണ്ടെത്തുന്നു. പക്ഷേ അവിടെ ഒരു നന്മയുണ്ടോ, ഒരു വ്യത്യസ്തതയുണ്ടോ, നന്മയുണ്ടോ, എന്താണ് ആത്യന്തിക ലക്ഷ്യം? ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഒരു പൊതുപ്രവർത്തകൻ്റെ ഭരണത്തിലേക്കുള്ള കാൽവഴികൾ അങ്ങനെ മാത്രം നമ്മൾ തുച്ഛീകരിച്ച് കാണണമോ, അതോ അദ്ദേഹം ആരുടെയെങ്കിലും ഇച്ഛാനുസരണം പ്രവർത്തിക്കുന്നു? അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ 5-10 മിനിറ്റിനുള്ളിൽ അദ്ദേഹം പറഞ്ഞതിൽ നിന്നും വായിച്ചെടുക്കാവുന്നത്. ഇവിടെ ഒരു ന്യൂനപക്ഷ മുഖം കാണുന്നുണ്ട്. പി വി അൻവർ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളാണ്. പക്ഷേ ക്രൈസ്തവ മുസ്ലിം ഒരു സാഹോദര്യം അവിടെ, പ്രത്യേകിച്ച് മലനിരകളിൽ അവരനുഭവിക്കുന്ന, കുടിയേറ്റ മേഖലകളിൽ പ്രത്യേകിച്ചും അവരനുഭവിക്കുന്ന സമാനമായ പ്രശ്നങ്ങൾ, ഈ രണ്ട് വിഭാഗവും LDF-മായി അകന്നിരിക്കുന്നു, UDF-മായി അടുക്കുന്നു എന്ന സൂചനയും ഇവിടെ കാണാം. അപ്പം അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ ചുവടുവെപ്പുകൾ തന്നെയാണ് അൻവറിൻ്റെ ഭാഗത്ത്. അതുകൊണ്ട് അൻവറിന് ഇപ്പോൾ UDF സംവിധാനത്തിലേക്ക് കയറണമെങ്കിൽ വലിയ അവകാശവാദങ്ങളുമായിട്ടായിരിക്കും ഇനി അൻവർ വരുന്നത്. ഇപ്പോൾ തന്നെ കാര്യമായ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലായിരുന്നിട്ട് പോലും UDF-മായി ശക്തമായ വിലപേശൽ നടത്തി 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തിയപ്പോൾ അതിൽ 1 സീറ്റ് വേണം എന്ന് വരെ ആഗ്രഹിച്ച ഒരാളാണ് അൻവർ എന്ന് ഓർക്കണം. അപ്പം അതുകൊണ്ട് കടുത്ത വിലപേശലിന് വേണ്ടിയുള്ള ഒരു 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 പൊസിഷനിങ് ആണ് ഇപ്പോൾ അൻവർ നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ അൻവറിൻ്റെ ഇപ്പം ഇത് മോചിതനായി വന്നു. കേവലം 24 മണിക്കൂറിൽ താഴെ മാത്രമാണ് അൻവർ പോലീസ് കസ്റ്റഡിയിലും റിമാൻഡിലും ജയിലിലും ഒക്കെ ആയിരുന്നത്. പക്ഷേ അത് അൻവറിന് നൽകിയ ഒരു രാഷ്ട്രീയ പിൻബലം, ഒരു അംഗീകാരം, അത് വളരെ വലുതാണ്. അതെങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, കേരള രാഷ്ട്രീയത്തെ ഏത് രൂപത്തിൽ ഇത് ബാധിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.